ശ്രീ ആർ വി ബാബു, ഭാരതത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം രൂപീകൃതമായ ഒരു രാജ്യം, 13 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ കെട്ടിപ്പടുത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ബംഗ്ലാദേശിന് നമ്മെ ആക്രമിക്കണം, നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ ചില സംസ്ഥാനങ്ങളൊക്കെ വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് യൂനുസിൻ്റെ സഹായി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ PA. എങ്ങനെ കാണണം ബംഗ്ലാദേശിൻ്റെ ഈ നിലപാടിനെ? ഈ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി, ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ എന്നാണല്ലോ ഇപ്പോൾ ഈ യൂനുസിനെ പറയുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയാണോ പ്രസിഡൻ്റാണോ, അങ്ങനെ ഒരു പോസ്റ്റ് അവരുടെ ഭരണഘടന അനുസരിച്ചുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് യൂനുസിൻ്റെ ഉപദേശകൻ എന്ന നിലയ്ക്കുള്ള മഖ്ബൂസ് ആലം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവ്, ആ വിദ്യാർത്ഥി നേതാവ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ഈ കഴിഞ്ഞ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്, കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഒക്കെ ഇയാളാണ്. അവിടെ സംവരണത്തിൻ്റെ ഒരു നിയമം കൊണ്ടുവന്ന സമയത്ത് ആ സംവരണത്തിൻ്റെ നിയമം കോടതി റദ്ദാക്കിയിട്ട് പോലും അത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള കലാപമായി തിരിച്ചുവിട്ട് ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് തന്നെ സംവരണം വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ അതിനും മറികടന്നുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള ഒരു ജനകീയ കലാപമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ഒരു വിദ്യാർത്ഥി നേതാവ്, ചെറുപ്പക്കാരനാണ്, പക്വതയില്ലാത്ത ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും രാഷ്ട്രീയ വിവരം മാത്രമുള്ള, ചരിത്രബോധമില്ലാത്ത ഒരാൾ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുക. മഖ്ബൂസ് ആലം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അതായത് ബംഗ്ലാദേശ് പൂർണ്ണമാകണമെങ്കിൽ, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ, 1971 ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ആസാം, ബംഗാൾ, ത്രിപുര തുടങ്ങിയിട്ടുള്ള പ്രദേശം കൂടി ബംഗ്ലാദേശിനോട് ചേരുമ്പോഴേ ബംഗ്ലാദേശ് പൂർണ്ണമാകൂ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ട പരിശ്രമമാണ് ഇനി നടത്താനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഉടനെ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചില മറുപടി ഉണ്ടായി. അതോടെ അദ്ദേഹത്തിന് ആ കമൻറ്റ് പിൻവലിച്ചുകൊണ്ട് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ബംഗ്ലാദേശിൻ്റെ നയംമാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം 1971 ബംഗ്ലാദേശ് രൂപം കൊണ്ടത് ഇന്ത്യയുടെ സഹായത്താലാണ്. ഇന്ത്യയുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിനെ അന്നത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ്, യാഹ്യ ഖാൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ഗവൺമെൻറ് പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞനെ. മുജിബുർ റഹ്മാന്റെ പാർട്ടിക്ക്, ആവാമി ലീഗിന് വളരെ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടും ഈസ്റ്റ് പാകിസ്ഥാനെ കീഴടക്കാനായിട്ട് പാകിസ്ഥാൻ പട്ടാളവും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘവും റസാക്കർമാരുടെ നേതൃത്വത്തിലുള്ള ആ റസാക്കർമാരെ കൊലയാളി സംഘവും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിനെ വേട്ടയാടുകയായിരുന്നു. അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനെ വേട്ടയാടി ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി, ലക്ഷക്കണക്കിന് ആളുകൾ ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു, അഭയാർത്ഥികളായി തീർന്നു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ബംഗ്ലാദേശിൽ ആ വിഷയത്തിൽ ഇടപെട്ടേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇന്ത്യ ആ വിഷയത്തിൽ ഇടപെട്ടു. കേവലം 10-13 ദിവസം കൊണ്ട് ആ യുദ്ധം അവസാനിച്ചു. ബംഗ്ലാദേശ് പൂർണ്ണമായും മോചിതമായി. ബംഗ്ലാദേശിനെ എൻ്റെ സൃഷ്ടി എന്നുള്ളത് ഇന്ത്യയുടെ കരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് അന്ന് ബംഗ്ലാദേശ് രൂപീകരണത്തിന് എതിരെ നിന്ന ബംഗ്ലാദേശികളെ വേട്ടയാടാൻ, കൊന്നൊടുക്കാൻ നേതൃത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ കാളികൂളി സംഘങ്ങളുമാണ് ഇന്ന് ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത്. ബംഗ്ലാദേശിലെ യൂനുസ് ഭരണകൂടം, യൂനുസ് എന്ന് പറയുമ്പോൾ ഒന്നിനും കൊള്ളാത്ത, പച്ചവെള്ളം ചവച്ചു കുടിക്കാൻ പോലും പറ്റാത്ത പഴയൊരു മൻമോഹൻ സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഉള്ള ഒരു പാവയാണ് യൂനുസ്. ഒരു കഴിവില്ലാത്തൊരു ഭരണാധികാരി. യൂനുസിനെ മുൻനിർത്തിക്കൊണ്ട്, യൂനുസിൻ്റെ മുഖം നോബൽ സമ്മാനമൊക്കെ കിട്ടിയത് കൊണ്ട് യൂനുസിന് ഒരു അന്താരാഷ്ട്ര ഫേസ് ഉണ്ട്. ആ ഫേസ് മുൻനിർത്തിക്കൊണ്ട് ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയാണ്, മത തീവ്രവാദ ശക്തികളാണ്. അപ്പോൾ ആ മത തീവ്രവാദ ശക്തികൾ ബംഗ്ലാദേശിലെ പരിപൂർണമായും മാറ്റുകയാണ്. ആ ബംഗ്ലാദേശിൽ അതുവരെ ഉണ്ടായിരുന്ന ചില നിലപാടുകൾ ഉണ്ടായിരുന്നു, അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് അല്ലെങ്കിൽ മതേതരത്വം എന്നുള്ള സങ്കല്പത്തോട് ഒക്കെ ഭരണഘടനാനുസൃതമായിട്ട് തന്നെ അവർ പലപ്പോഴും അത് ലംഘിച്ചുകൊണ്ട് മതതീവ്രവാദികൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ള സത്യം. പക്ഷേ അപ്പോഴും ഭരണകൂടം ആ കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിരുന്നു, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിലുള്ള ഗവൺമെൻറ് തീർത്തും ബംഗ്ലാദേശിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. ഒരു ശരിയായ ഭരണകൂടത്തിന് കീഴിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾ, പൗരന്മാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ വേണ്ട,
അവരൊന്നെങ്കിൽ കൊന്നൊടുക്കുക, അല്ലെങ്കിൽ അവർ മതം മാറി ഇസ്ലാമാകുക, അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിട്ടു പോവുക. ഈ ഒരു ഓപ്ഷനിലാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ മത തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ക്ഷേത്രങ്ങളിൽ പൂജാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബംഗ്ലാദേശ് ഒരു ഭാഗത്ത് അവിടുത്തെ ഹിന്ദുക്കളെ വേട്ടയാടുമ്പോഴാണ് എന്താണ് സന്തോഷ സൂചികയിൽ ഇന്ത്യയേക്കാൾ വളരെ മുന്നിലുള്ള ബംഗ്ലാദേശ് എന്നൊക്കെ ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കുട്ടിഘോഷിച്ച് നടന്ന ബംഗ്ലാദേശ് ഇപ്പോൾ 50,000 ടൺ അരി വില കുറച്ച് തരണം എന്നും പറഞ്ഞ് ഇന്ത്യയുടെ മുമ്പിൽ കെഞ്ചുന്ന ഒരു ഭാഗത്ത്. അപ്പോൾ അത് മാത്രം പോരാ, അരി മാത്രം പോരാ, ഞങ്ങൾക്ക് ഇന്ത്യയുടെ മണ്ണും വേണം എന്ന അവകാശവാദവുമായിട്ട് വരുന്നത്. ഇൻഡെക്സും പുറത്തു വന്നിട്ടുണ്ട്. 2024 ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയോ പൊളിഞ്ഞ ഒരു ഇൻഡെക്സ് ആണ് ഇതെന്നുള്ള കാര്യത്തിൽ അതിന്റെ കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാം. 103-ാം സ്ഥാനത്ത് പാലസ്തീൻ നിൽക്കുകയാണ്, 105-ാം സ്ഥാനത്ത് യുക്രൈൻ നിൽക്കുകയാണ്, 108-ാമത്തെ സ്ഥാനം പാകിസ്ഥാനാണ്, 126-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പോൾ ഇത് തന്നെ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ വലിയ വികൃതി എന്ന് പറയുന്ന രീതിയിൽ ഇത്തരത്തിലൊരു ഹാപ്പിനെസ് ഇൻഡെക്സ് മുന്നോട്ട് വയ്ക്കുകയും ഇതിവിടുത്തെ പ്രതിപക്ഷം, ഇടതുപക്ഷ സംഘടനകളെല്ലാം വലിയ തോതിൽ ഇങ്ങനെ മോദി സർക്കാരിനെതിരായ വലിയ വിമർശനമായി തൊടുത്തുവിടുകയും ചെയ്യുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത്? ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാരതം എത്രയോ വലിയ തലത്തിൽ നിൽക്കുന്നു. ഇതിനെയെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കുകയില്ലേ ഇരുട്ടിന്റെ ശക്തികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ചിലരൊക്കെ? അല്ല, ഡീപ് സ്റ്റേറ്റ് ഏതൊക്കെ തരത്തിലുള്ള അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുകയും അതിനനുസൃതമായിട്ട് ഇന്ത്യയെ ലോകത്ത് മുഴുവൻ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഏജൻസികൾ അവരുടേതായിട്ടുള്ള താല്പര്യം അനുസരിച്ച് ഹങ്കർ ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഫണ്ടിങ് ഉള്ള ഏജൻസികൾ തയ്യാറാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ചില പ്രതിപക്ഷ കക്ഷികൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രീലങ്കയിൽ പട്ടിണി കൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ കീഴ്പ്പെടുത്തി അട്ടിമറി നടക്കുന്ന സമയത്താണ് അവിടെ പട്ടിണി കൊണ്ട് ആളുകൾ പരസ്പരം തമ്മിലടിക്കുമ്പോഴാണ് ശ്രീലങ്ക ഇന്ത്യയേക്കാൾ കേമമായിരുന്നു. അതൊക്കെ വളരെ വലിയ തമാശയാണ്. അത്രയും ഏജൻസികളുടെ റിപ്പോർട്ടൊക്കെ വളരെ വലിയ തമാശയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈ ബംഗ്ലാദേശിലെ ആളുകൾക്ക്, ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മത തീവ്രവാദ ശക്തികൾക്ക് തോന്നുന്നുണ്ട് ഈ ബംഗാളില്ലാതെ, ആസാമില്ലാതെ, ത്രിപുരയില്ലാതെ ബംഗ്ലാദേശ് പൂർണ്ണമാകില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ മാറ്റാനുള്ള എളുപ്പ വഴി ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ, അതായത് ബംഗ്ലാദേശ് ഇല്ലാതെ ഇന്ത്യയും പൂർണ്ണമാകില്ല എന്ന് തീരുമാനിക്കലാണ്. അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശിന് പകരം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നതിന് പകരം ഗ്രേറ്റർ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് മുന്നോട്ട് വെക്കാം. തീർച്ചയായും. അല്ല, അത് ജിയോഗ്രഫിക്കലി, കൾച്ചറലി ഒക്കെ ശരിയായ ഒരു കൺസെപ്റ്റ് ആണല്ലോ. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അഖണ്ഡ ഭാരതം, ആ ഭാരതം നമുക്ക് മുന്നോട്ട് വയ്ക്കാം. അപ്പോൾ ബംഗ്ലാദേശിന് നേരെ നട്ടല്ലെന്ന് വൃത്തി നിൽക്കാനുള്ള കരുത്തില്ലാതെ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മത തീവ്രവാദ ശക്തികൾ അവരുടേതായിട്ടുള്ള ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ മുമ്പില്ലാത്ത രീതിയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ട് സഖ്യത്തിലാകുന്നു. ഇതിൻ്റെയൊക്കെ ഇവിടെയാണ് ഞാൻ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം കാണുന്നത്. വളരെ ആസൂത്രിതമായി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന തുടങ്ങിയിട്ടുള്ള മാവോയിസ്റ്റ് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരു അലൈൻമെന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ അലൈൻ ചെയ്യുന്നത് ഈ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിനോടൊപ്പമാണ് നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ളതാണ് നമ്മുടെ വലിയ ഒരു വെല്ലുവിളി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആഭ്യന്തരമായി ഭാരതത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികളോടും ഒപ്പം ബാഹ്യമായി ഭാരതത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന വൈദേശിക ശക്തികളോടും ഒരേപോലെ നേരിടേണ്ട സാഹചര്യം ഇന്ന് ഇന്ത്യയിലെ ദേശീയ ശക്തികൾക്കുണ്ട് എന്നുള്ളതാണ് നാം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.